തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായി അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ധർമ്മടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ്. കോളേജ് കുട്ടികളല്ലേ എന്ന് കരുതിയാണ് ചിത്രം മാസ്ക് ചെയ്തിരിക്കുന്നത്. ഫെലിക്സേ, ഇത് എങ്ങനെയായിരുന്നു സംഭവം? നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇത്തരത്തിലല്ലേ? ഇതാണ് ദൃശ്യങ്ങൾ. ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും കാണുന്നതാണ്. എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസ് എങ്ങനെയാണ് നടപടി എടുക്കുന്നത്? ദിനേശ്, കഴിഞ്ഞ ദിവസമാണ് ബ്രണ്ണൻ കോളേജിൽ ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായി ഈ പറയുന്ന വിദ്യാർത്ഥികൾ അപകടകരമാവിധം വാഹനത്തിൽ യാത്ര ചെയ്തത്. ഈ വാഹനവുമായി കോളേജിലെത്തിയ സമയത്ത് തന്നെ പ്രിൻസിപ്പാൾ ഇത് തടഞ്ഞു. അതുകൊണ്ട് ഗേറ്റ് പ്രിൻസിപ്പാൾ പൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഗേറ്റിന് പുറത്താണ് ഇവർ ആഘോഷം നടത്തിയത്. നിരവധി ബൈക്കുകളിലും കാറുകളിലുമായി എത്തിയ വിദ്യാർത്ഥികൾ ആ കാറിന്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുകയും ഡിക്കി ഉയർത്തിയ ശേഷം അതിനുള്ളിൽ ഇരുന്ന് യാത്ര ചെയ്യുകയും ചെയ്തു. അതായത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ധർമ്മടം പോലീസ് ഇത് സംബന്ധിച്ച് കേസ് എടുത്തിട്ടുള്ളത്. കേസ് എടുക്കുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് 4 വിദ്യാർത്ഥികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് അവരെ വിട്ടയക്കുകയും ചെയ്തു. ഈ പറയുന്ന രീതിയിൽ അപകടകരമാവിധം ആളുകൾ ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിച്ചതിനാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോളേജ് ഏതായാലും ഇവരെ ഈ വാഹനവുമായി എത്തിയ വിദ്യാർത്ഥികളെ അകത്ത് കയറ്റാൻ തയ്യാറായില്ല. പിന്നീട് ഇവര് പുറത്താണ് ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിച്ചത്. ഈ ചെയ്തവരെല്ലാം ഫസ്റ്റ് ഇയേഴ്സ് ആണോ? ഇപ്പൊ നമ്മള് നേരത്തെ കൊടുത്ത വാർത്ത, മറയൂരിൽ പുതുച്ചേരി രജിസ്ട്രേഷനുള്ള വണ്ടിയിൽ ഇതേപോലെ ഇരുന്ന് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്യുന്നതാണ്. കുട്ടികളാണ്, അവർക്ക് ആവേശമുണ്ടാവും, ഇതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇങ്ങനെ ജീവൻ കളയുന്ന തരത്തിൽ അല്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊന്നും അനുവദിക്കാൻ കഴിയില്ലല്ലോ. ഇത് ഫസ്റ്റ് ഇയേഴ്സ് ആണോ അതോ മുതിർന്നവർ ഫസ്റ്റ് ഇയേഴ്സിന് മുമ്പിൽ ഹീറോയിസം കാണിച്ചാണോ? ദിനേശ്, അതിന് ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. അതിൽ ഫസ്റ്റ് ഇയേഴ്സിന് അപ്പുറത്തേക്ക് സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത. ഏതായാലും ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായി ഇങ്ങനെയൊരു ആഘോഷം ആ കോളേജിൽ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. പോർട്ടിക്കോ എന്ന പേരിൽ ഒരു ഗ്യാങ് ഉണ്ട് കോളേജിൽ. ആ ഗ്യാങ്ങിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു ആഘോഷം നടത്തിയത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇത് സംബന്ധിച്ച് ധർമ്മടം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ കേസെടുത്തിട്ടുണ്ട്. കേസെടുക്കുക മാത്രമല്ല, 4 വിദ്യാർത്ഥികൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും വാഹനം ഇപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി. ഫ്രഷേഴ്സ് ഡേയും അതിൻ്റെ സന്തോഷവും ആഘോഷവും ആവേശവും ഒക്കെ മനസ്സിലാകും. പക്ഷേ പൊതു റോഡിൽ ഇതുപോലെ ചെയ്യുമ്പോൾ അത് ഗ്രൗണ്ടിൽ പോലും അഭ്യാസ പ്രകടനം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതൊക്കെ ഒന്ന് കൈ തെറ്റിയാൽ ആളുകളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറാം. ഈ വാഹനത്തിൽ ഇങ്ങനെ അഭ്യാസത്തോടെ ഇരിക്കുന്നവൻ നിലത്ത് വീണാൽ അപകടം സംഭവിക്കാം. അപ്പോൾ നല്ലൊരു ദിവസമാണ് ഫ്രഷേഴ്സ് ഡേ എന്ന്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമൊക്കെ ആയിട്ട് കോളേജിലേക്ക് ചെല്ലുന്ന ദിവസമാണ്. ഇനി അങ്ങോട്ട് പഠിച്ച് കൂടുതൽ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ദിവസമാണ്. അതൊരു ദുരന്ത ദിവസമാക്കി മാറ്റാതിരിക്കുക ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ട് എന്നേ പറയാൻ കഴിയൂ.